അപ്പോൾ അവൻ ബറാബാസിനെ അവർക്ക് വിട്ടുകൊടുക്കുകയും യേശുവിനെ ചമ്മട്ടി കൊണ്ടടുപ്പിച്ച് ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അനന്തരം ദേശാധിപതിയുടെ പടയാളികൾ യേശുവിനെ പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി. സൈന്യവിഭാഗത്തെ മുഴുവൻ അവനെതിരെ അണിനിരത്തി. അവർ അവൻ്റെ വസ്ത്രം ഒഴിഞ്ഞു മാറ്റി ഒരു ചുമന്ന പുറങ്കുപ്പായം അണിയിച്ചു. ഒരു മുളുക്കിരീടം മെടഞ്ഞ് അവൻ്റെ ശിരസിൽ വെച്ചു. വലത്തുകൈയിൽ ഒരു ഞാങ്ങണയും കൊടുത്തു. അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തിക്കൊണ്ട് യഹൂദരുടെ രാജാവേ സുസി എന്ന് പറഞ്ഞ് അവരവനെ പരിഹസിച്ചു. അവർ അവൻ്റെ മേൽ തുപ്പുകയും ഞാങ്ങണ എടുത്ത് അവൻ്റെ ശിരസിലടിക്കുകയും ചെയ്തു. അവനെ പരിഹസിച്ചതിന് ശേഷം പുറങ്ങുപ്പായം അഴിച്ചു മാറ്റി എൻ്റെ വസ്ത്രം വീണ്ടും ധരിപ്പിച്ച് കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോയി. അവർ പോകുന്ന വഴിയിൽ ശിമയോൻ എന്ന ഒരു കീറണയക്കാരനെ കണ്ടുമുട്ടി. യേശുവിൻ്റെ കുരിശ് ചുമക്കാൻ അവർ അവനെ നിർബന്ധിച്ചു. തലയോടിടം എന്നർത്ഥമുള്ള ഗോകുൽത്തായിലെത്തിയപ്പോൾ അവർ അവന് കയ്പ് വിലയിരുത്തിയ വീഞ്ഞു കുടിക്കാൻ കൊടുത്തു. അവൻ അത് രുചിച്ചു നോക്കിയെങ്കിലും കുടിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. അവനെ കുരിശിൽ തറച്ചതിന് ശേഷം അവർ അവൻ്റെ വസ്ത്രങ്ങൾ കുറിയിട്ട് ബാധിച്ചെടുത്തു. അനന്തരം അവർ അവിടെ അവന് കാവലിരുന്നു. ഇവൻ യഹൂദരുടെ രാജാവായ യേശുവാണ് എന്ന ആരോപണം അവർ അവൻ്റെ ശിരസിന് മുകളിൽ എഴുതി വെച്ചു. അവനോട് കൂടെ 2 കവർച്ചക്കാരെയും അവർ കുരിശിൽ തറച്ചു, ഒരുവനെ വലത്തും അവരനെ ഇടത്തും. അതിലെ കടന്നുപോയവർ തലകുലുക്കിക്കൊണ്ട് അവനെ ദുഷിച്ചു പറഞ്ഞു, ദേവാലയം നശിപ്പിച്ച് 3 ദിവസം കൊണ്ട് അത് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്കുക. നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്നിറങ്ങി വരിക. അപ്രകാരം തന്നെ പ്രധാന പുരോഹിതന്മാർ നിയമജ്ഞരോടും പ്രമാണികളോടുമൊത്ത് അവനെ പരിഹസിച്ചു കൊണ്ട് പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ തന്നെ രക്ഷിക്കാൻ ഇവന് സാധിക്കുന്നില്ല. ഇവൻ ഇസ്രായേലിൻ്റെ രാജാവാണല്ലോ. കുരിശിൽ നിന്നിറങ്ങി വരട്ടെ, ഞങ്ങൾ ഇവനിൽ വിശ്വസിക്കാം. ഇവൻ ദൈവത്തിൽ ആശ്രയിച്ചു, വേണമെങ്കിൽ ദൈവം ഇവനെ രക്ഷിക്കട്ടെ.